ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ട്രേ ഡോഗ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരിക. പിന്നെ വേറെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. ചെറിയൊരു കുഞ്ഞ് ഒരു കിട്ടി, അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത്. അത് മുന്നോട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കമൻസൊക്കെ ഇട്ട് തരിക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം ഇപ്പോഴായിട്ട് പട്ടിക്ക് ഭക്ഷണം കൊണ്ട് തട്ടി വെക്കാനായിട്ട് പോയി. ഇവിടെയല്ല, അവിടെയായിട്ട് വലിയൊരു പ്ലേറ്റ് ഞാനങ്ങ് വെച്ചതെന്നല്ല, മുന്നേ ഇവിടെയുള്ള ആൾ പ്രാവിന് വെള്ളം വയ്ക്കാനും ഭക്ഷണം വെക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഞങ്ങളൊക്കെ ഈ പട്ടിക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെന്നുള്ള, പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ഒരു സംസാരവും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അയാൾ പ്രാവിന് ഭക്ഷണം കൊടുക്കാതായി. അയാൾ പ്രാവിന് ഭക്ഷണം കൊടുക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ, അങ്ങേര് പ്രാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു ടോക്കൺ ഉണ്ടാകുമ്പോൾ, എന്തിന് പട്ടിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു ടോക്കൺ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പറയുമോ, നിങ്ങൾക്ക് പ്രാവിന് മാത്രമേ ഭക്ഷണം കൊടുക്കാം, ഞങ്ങൾക്ക് പട്ടിക്ക് കൊടുത്തൂടെ, അങ്ങനെ ഒരു സംസാരം വരുമല്ലോ. അത് വേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇവിടെ ആയിരക്കണക്കിന് പ്രാവുണ്ട് കേട്ടോ. അങ്ങേര് ഈ അരിയെല്ലാം ദിവസവും രാവിലെ അങ്ങേര് ഒരു ഡെയിലി ഒരു കാര്യപരിപാടി പോലെ തന്നെ എല്ലാ പ്രാവുകൾക്കും ഇങ്ങനെ അരി തട്ടി വയ്ക്കുമായിരുന്നു, വെള്ളം ഒഴിച്ച് വയ്ക്കുമായിരുന്നു. ഇക്കാരണത്താൽ, പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന കാരണത്താൽ അങ്ങേര് പ്രാവിന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഒഴിവാക്കി. പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു സംസാരം വരുമല്ലോ, അതിന് കൊടുക്കാം ഇതിന് കൊടുക്കാൻ പാടില്ല എന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് ആ പ്രാവുകളെ ഒഴിവാക്കി. പക്ഷേ ദൈവം എന്ന് പറഞ്ഞ ഒന്നുണ്ട്, ഒരു മനുഷ്യനല്ലെങ്കിൽ വേറെ ഒരു മനുഷ്യന് തോന്നിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ അപ്പുറത്തൊരു ബ്ലോക്കിലുള്ള ഒരാൾ ദിവസവും രാവിലെ അങ്ങേരും കൊടുക്കും. നിറയെ പ്രാവുകൾക്ക് ഇങ്ങനെ അരിയും ഗോതമ്പൊക്കെ വാരി എറിയുന്നത് കണ്ടു. അപ്പോൾ ഒരാൾ കൊടുത്തില്ലെങ്കിൽ മറ്റൊരാൾ കൊടുക്കും. ദൈവമുണ്ട്. ഞാൻ പറയാൻ വേണ്ടി മൊബൈൽ എടുത്തതെന്ന് പറഞ്ഞാൽ, ഡോഗീസിന് ഫുഡ് കൊടുക്കാൻ വച്ചിരുന്ന പാത്രം കൂടെ അടിച്ചുകൊണ്ടുപോയി. അത്രയ്ക്ക് പിന്നെ കാശില്ലാത്ത തെണ്ടികളാണ് ഉള്ളത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഏറ്റവും കുറഞ്ഞ വാക്കാണ് തെണ്ടി എന്ന് ഉപയോഗിച്ചത്. അത്രയും പിന്നെ കാശ് ശമ്പളമൊന്നും മാസം അക്കൗണ്ടിൽ വീഴാത്ത പാർട്ടീസാണ് എടുത്തുകൊണ്ട് പോയത്. അല്ലാതെ എന്തോന്ന് പറയാൻ. ഒരു വലിയ ഉപകാരമായിരുന്നു അങ്ങനെ ഒരു പ്ലേറ്റ് അവിടെ ഇരിക്കുന്നത്. അത് വാങ്ങണമെങ്കിൽ തന്നെ അകത്ത് 250 രൂപ കൊടുക്കേണ്ടി വരും. സൈഡ് അങ്ങനെ പൊട്ടിയിട്ടാവും അങ്ങേരത് വെളിയിൽ അങ്ങനെ വെച്ചത്. വലിയ ഉപകാരമായിരുന്നു. ചിലപ്പോഴൊക്കെ നിറയെ ഭക്ഷണങ്ങൾ പിള്ളേർ കഴിക്കാത്തതോ എങ്ങനെയെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവും. നമ്മൾ ആഗ്രഹിച്ച കുറച്ച് ഭക്ഷണമൊക്കെ ബാക്കിയുണ്ടാവും നായ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് കൊണ്ടുപോയി കിട്ടി. പിന്നെ ഫ്രണ്ട്സ്, പിന്നെ ഈ കുറേ കൂടുതൽ ഡോഗീസിനൊക്കെ ഫുഡ് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമോ? ഒത്തിരി ഡോഗീസുണ്ട്. ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം 1 രൂപ പോലും എൻ്റെ അക്കൗണ്ടിൽ വരുമാനമായിട്ട് എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻസ് ഇട്ടാൽ അതിന് ചെയ്യാനുള്ള ഇതാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.